ചരിത്രം. ഇന്ത്യൻ പുരാവസ്തു ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ കണ്ണിങ്ഹാം. 1862 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. ഇന്ത്യയെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഇൻഡോളജി. സിന്ധു നദിയെ ഇൻഡസ് എന്ന പേരിൽ വിളിച്ചത് ആരാണ്? ഗ്രീക്കുകാർ. സിന്ധു നദീതട സംസ്കാരത്തിന്റെ കാലഘട്ടം BC 2500 മുതൽ 1500. സിന്ധു നദീതടവാസികൾ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് വെങ്കലമാണ്. ഹാരപ്പയും മോഹൻജദാരോവും ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ്. സിന്ധു നദീതടത്തിലെ ജനങ്ങൾ അപരിചിതമായിരുന്നുവെന്ന് കരുതപ്പെടുന്ന മൃഗം കുതിര. സിന്ധു നദീതടത്തിലെ ജനങ്ങൾ ഉപയോഗിച്ചിട്ടില്ലാത്ത ആയുധം വാൾ. സിന്ധു നദീതട സംസ്കാരത്തിന് സമാന്തരമായി ലോകത്തിലുണ്ടായിരുന്ന നാഗരിക സംസ്കാരമാണ് മെസോപ്പൊട്ടോമിയൻ സംസ്കാരം. സിന്ധു നദീതട സംസ്കാരത്തിലെ ആദ്യം കണ്ടെത്തിയ പ്രദേശം ഹാരപ്പ. ഹാരപ്പൻ കാലഘട്ടത്തിലെ പ്രധാന തുറമുഖം ലോത്തൽ. ലോത്തൽ സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ഗുജറാത്തിലാണ്. മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്നത് മോഹൻജദാരോ. ഗ്രേറ്റ് ബാത്ത് പൊതുകുളം കണ്ടെത്തിയത് മോഹൻജദാരോവിൽ. സിന്ധു നദീതട നിവാസികൾക്ക് അറിവില്ലാതിരുന്നത് ഏത് ലോഹത്തെ കുറിച്ചാണ്? ഇരുമ്പ്. ഹാരപ്പൻ കർഷകർ പ്രധാനമായും കൃഷി ചെയ്തിരുന്നത് പരുത്തി. സിന്ധു നദീതട സാംസ്കാരികർ മെരുക്കി വളർത്തിയ ആദ്യത്തെ മൃഗം നായ. സിന്ധു നദീതട കാലത്തുണ്ടായിരുന്നതും എന്നാൽ ഇപ്പോൾ ഭൂമിക്കടിയിലുമായ എന്ന് കരുതപ്പെടുന്ന നദി സരസ്വതി.